ഇസ്ലാം മതത്തിലെ സ്ത്രീകളെ എന്തുകൊണ്ട് പള്ളിയിൽ കയറ്റുന്നില്ല എന്നൊരു വിഷയം ഇപ്പോൾ കേരളത്തിൽ വളരെ സങ്കീർണമായിരിക്കുകയാണ്. എന്താണ് ചിലർ ചോദിക്കുന്നത്? മക്കയിലും മദീനയിലും സ്ത്രീകൾക്ക് പോകാം, കഅബാലയം സന്ദർശിക്കാനും പ്രദക്ഷിണം വെക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. കേരളത്തിലെ പള്ളികൾ മാത്രം എന്തുകൊണ്ട് അവരെ കയറ്റുന്നില്ല? ഈ ചോദ്യം ഇപ്പോൾ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ കയറ്റുന്നില്ല? മക്കയിലും മദീനയിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാം. സ്ത്രീകൾക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ഇസ്ലാം മത വിശ്വാസികൾക്കും ഇസ്ലാമിന്റെ ചരിത്രം ഉറങ്ങുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദ സ്പർശനം പതിച്ചിട്ടുള്ള ആ പുണ്യമായ നഗരിയെ ഇന്ത്യയിലല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, പോയി സന്ദർശിക്കാൻ അവകാശമുണ്ട്. അവരുടെ അവകാശമാണ്. അതിനെ ഒരാളും എതിർക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, കാരണം മക്കയും മദീനയും, കാരണം മക്കയിലെ കഅബാലയവും, കാരണം മക്കയിലെ കഅബാലയും മദീനയിലെ മസ്ജിദ് നബവിയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുണ്യമായ സ്ഥലങ്ങളാണ്. അത് സന്ദർശിക്കുവാൻ ലോകത്തിലെ എല്ലാ ഇസ്ലാം മത വിശ്വാസികൾക്കും അവകാശമുണ്ട്. അതവിടെ അവകാശമാണ്. അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമേ ഇല്ല. പിന്നെ കേരളത്തിൽ എന്തുകൊണ്ടാണ് സ്ത്രീകളെ പള്ളിയിൽ കയറ്റുന്നില്ല? ഒരു ഹദീസ് ഞാൻ പറയാം. ഒരിക്കൽ ഉമ്മു ഉബൈദ എന്നൊരു സ്ത്രീ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: പ്രവാചകരെ, അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉടനെ പ്രവാചകൻ ആ സ്ത്രീയോട് പറഞ്ഞു: നിങ്ങളുടെ വീട്ടിലെ ഏകാന്തമായ മുറിയിലിരുന്നു കൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക. അതാണ് ഏറ്റവും അള്ളാഹുവിന് പ്രിയപ്പെട്ടത്. അതിനാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രതിഫലമുള്ളത് എന്ന് പ്രവാചകൻ ആ സ്ത്രീയോട് പറയുകയുണ്ടായി. അതുമാത്രമല്ല, പ്രവാചകൻ ആ സ്ത്രീയോട് പ്രത്യേകമായി ഒരു കാര്യം കൂടി പറഞ്ഞു: എൻ്റെ പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് നബവിയിൽ നിങ്ങൾ പോയി നിസ്കരിച്ചാലും അതിനേക്കാൾ പ്രതിഫലം നിങ്ങൾ വീട്ടിലിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നതാണ് ഉത്തമം. അതിനാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം. ഓർക്കണം, പ്രവാചകന്റെ പേരിലുള്ള പള്ളിയിൽ പോയി സ്ത്രീയെ നീ നിസ്കരിച്ചാലും കാര്യമില്ല. അപ്പോൾ അതിനേക്കാളും പ്രത്യേകതയുണ്ടോ നമ്മുടെ നാട്ടിലെ പള്ളികൾക്ക്? ഉണ്ടോ? അപ്പോൾ പ്രവാചകൻ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ വീട്ടിലിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുവിൻ. അതും ഏകാന്തമായ ഉൾവശത്തുള്ള റൂം തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് നിസ്കരിക്കുവിൻ. അതിനാണ് പ്രതിഫലം. നോക്കണേ. അപ്പോൾ പ്രവാചകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് നിസ്കരിക്കാനല്ലേ? അപ്പോൾ നിസ്കരിക്കാൻ അവർക്ക് ഉത്തമം സ്വന്തം വീടാകുമ്പോൾ പിന്നെ എന്തിനാണ് സ്ത്രീ പള്ളിയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? അവൾ വീട്ടിൽ നിസ്കരിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ പ്രതിഫലം അവളുടെ വീട്ടിൽ നിസ്കരിച്ച നിസ്കാരത്തിനാണ്. പിന്നെ പള്ളിയിലേക്ക് പോകണമെന്ന് സ്ത്രീ വാശി പിടിക്കേണ്ട കാര്യം എന്താണ്? ഒരു ഉദാഹരണം പറയട്ടെ. ഒരു സ്ത്രീക്ക് സ്വന്തം വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടി, നല്ല ശമ്പളമുണ്ട്. അതേസമയം അതേ ശമ്പളത്തിൽ ആ സ്ത്രീക്ക് പുറത്തു പോയി ജോലി ചെയ്യുവാനും അവസരം കിട്ടി. അപ്പോൾ ആ സ്ത്രീ തീരുമാനിക്കുകയാണ്, പുറത്തു പോയി ജോലി ചെയ്യാൻ പോയാൽ പുറമേയുള്ള അന്യ ആണുങ്ങളുടെ തുറിച്ചു നോട്ടം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആസ്വദിക്കുന്നു, അതെനിക്ക് ഇഷ്ടപ്പെടുന്നു. അതുപോലെ അവർ എൻ്റെ സൗന്ദര്യം, എൻ്റെ തുറിച്ചു നിൽക്കുന്ന എൻ്റെ ശരീരാവയവങ്ങൾ അവർ രസിക്കുന്നത് കാണുമ്പോൾ അതെനിക്ക് ലഹരിയായി മാറുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് തിരഞ്ഞെടുക്കും. അതേസമയം തൻ്റെ ശരീരത്തെയും അന്യ ആണുങ്ങളുടെയും തുറിച്ചു നോട്ടം ഇഷ്ടപ്പെടാത്ത സ്ത്രീയാണെങ്കിൽ ഒന്നാമത്തെ ചോയ്സ് തിരഞ്ഞെടുക്കും. നോക്കണം, ഈ ഉദാഹരണത്തിൽ എന്താണ് പറയുന്നത്? ഒരു പെണ്ണിന് പള്ളി ഉത്തമമല്ല, അവളുടെ വീടാണ് അവൾക്ക് ഉത്തമം. അപ്പോൾ യഥാർത്ഥ സ്ത്രീ ഞാൻ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കൂ എന്ന് വാശി പിടിക്കുന്നത് ഈ രണ്ടാമത്തെ ചോയ്സ് തിരഞ്ഞെടുത്ത സ്ത്രീയിൽപ്പെടും, അല്ലേ? അങ്ങനെയല്ല വരിക. കാരണം രണ്ടാമത്തെ ചോയ്സ് തിരഞ്ഞെടുത്തവൾക്ക് ഇതെല്ലാം വേണം. ഒന്നാമത്തെ ചോയ്സ് തിരഞ്ഞെടുത്തവൾക്ക് ഇതൊന്നും ആവശ്യമില്ല. ഞാൻ അള്ളാഹുവിനെ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഞാൻ പാലിക്കുന്നു, ഞാൻ തികച്ചും ഈമാനോടെയാണ് ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന സ്ത്രീ തീർച്ചയായും ഒന്നാമത്തെ ചോയ്സ് തിരഞ്ഞെടുക്കും. പിന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പള്ളിയുടെ അകത്തളം കണ്ടിട്ട് കാലങ്ങളായിട്ടുള്ള ആണുങ്ങൾ പോലും പള്ളിയുടെ അകത്തളങ്ങളിൽ സ്ഥിരതാമസമാകും. മനസ്സിലായോ? പണ്ട് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു: അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നെങ്കിൽ അവരെ തടുക്കരുത്. കാരണം അന്നത്തെ കാലങ്ങളിൽ 100% സ്ത്രീകൾക്ക് ഈമാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് 0% മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ള സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാം സമൂഹമേ, നിങ്ങൾ ചിന്തിക്കുക. കുറേ ഫെമിനിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്, പള്ളിയിൽ പോകണം, ആണുങ്ങൾ എന്തുകൊണ്ട് പള്ളിയിൽ പോകുന്നു, ഞങ്ങൾക്കും പള്ളിയിൽ പോകണം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇസ്ലാം സമൂഹമേ, നിങ്ങൾ ചിന്തിക്കുക, സ്ത്രീകളുടെ പള്ളി പ്രവേശനം പോസിബിൾ ആണോ എന്ന്. ഓക്കെ.